മറിയം നിത്യസഹായ മാതാവാകുന്നു എന്നത് ലോകമെങ്ങുമുള്ള മാതൃഭക്തർക്കിടയിൽ വിളങ്ങി നിൽക്കുന്ന ഒരു ചിന്തയാണ്. രക്ഷകനായ ദൈവപുത്രനെ കരങ്ങളിലേന്തി നിൽക്കുന്ന അമ്മയുടെ ചിത്രം അനേകം സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയുമാണ്. മനുഷ്യന് ഒരിക്കലും മറക്കാനാവാത്ത നാമമാണ് അമ്മ. യേശുവിൻ്റെ ജനനത്തിലും ജീവിതത്തിലും മരണനേരത്തും രക്ഷാകര സംഭവങ്ങളുടെ യാത്രയിലുമെല്ലാം മറിയത്തിൻ്റെ മാതൃസ്ഥാനം ഏറെ പ്രാധാന്യമർഹിക്കുന്നു. സ്വർഗം അനാദിയിലെ തന്നെ മറിയത്തെ രക്ഷകന്റെ അമ്മയായി തിരഞ്ഞെടുത്ത് വേർതിരിച്ചു. ദൈവം തൻ്റെ പുത്രന് പിറക്കുവാൻ കന്യകയായി മറിയത്തെ കൃപയാൽ നിറച്ചു. ലോകമെങ്ങുമിതാ മരിയഭക്തി ഏറി വരുന്നു. മറിയം സകല ജനപദങ്ങളെയും തൻ്റെ പുത്രന്റെ സവിധത്തിലേക്ക് ആനയിക്കുന്നു. വിശുദ്ധ തോമസ് വില്ലനോവ എന്ന സഭാപിതാവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മറിയത്തെക്കുറിച്ച് നാം അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സുവിശേഷത്തിലെ ഒരു വാക്യത്തിൽ സ്വർഗം കാത്തുവച്ചിരിക്കുന്നു. അത് ഇപ്രകാരമാണ്: അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. അതെ, മറിയത്തിൽ നിന്ന് ദൈവപുത്രൻ പിറന്നു. അതിനാൽ തന്നെ മറിയത്തെ ദൈവമാതാവായി സ്വർഗം അഭിഷേകം ചെയ്യുന്നു. ഈ മഹോന്നത സ്ഥാനത്തിൻ്റെ കൃപകളെല്ലാം മറിയത്തിനായി ദൈവം ചൊരിഞ്ഞിരിക്കുന്നു. മനുഷ്യകുലത്തിനെ രക്ഷിക്കാനായി മറിയം ഇന്നും തൻ്റെ മാതൃത്വം ഉപയോഗിക്കുന്നു. മനുഷ്യമക്കൾക്ക് അവളെന്നും നിത്യമായ സഹായമേകി കരുതുന്നു. നെഞ്ചുനീറി കരയുന്നവരെ ആശ്വസിപ്പിക്കുന്നു. മാതൃവാത്സല്യത്തിൻ്റെ സുഗന്ധം നൽകി അനേകരെ തഴുകുന്നു. ലോകമെങ്ങും പ്രത്യക്ഷപ്പെട്ട് മാനസാന്തരപ്പെടുവിനെന്ന് ആഹ്വാനം ചെയ്യുന്നു. വിശുദ്ധ 10-ാം പിയൂസ് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: അമ്മയായ മറിയത്തെ കാണാതെ ഉണ്ണിയേശുവിനെ കാണാൻ പ്രയാസമാണ്. കാരണം അവൾ സ്വർഗത്തിൻ്റെ കൃപ മുഴുവൻ നിറഞ്ഞവളാണ്. ദൈവം വരച്ച മനോഹര ചിത്രമാണവൾ. അതെ, മറിയം ദൈവം വരച്ച മനോഹര ചിത്രമാണ്. നിത്യസഹായ മാതാവിനോടുള്ള ഭക്തിയിൽ ഇന്ന് സഭാമക്കൾ ഏറെ മുന്നേറുന്നു. ലോകമെങ്ങും നിത്യസഹായ മാതാവിൻ്റെ ചിത്രം വണങ്ങുന്ന ദേവാലയങ്ങളും കൂടാരങ്ങളും നിലനിൽക്കുന്നു. മരിയ ഭക്തിയിൽ വളരുന്ന മക്കൾക്ക് ഈ ചിത്രം വളരെ സുപരിചിതമാണ്. മറിയത്തിൻ്റെ നിത്യസഹായത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവയെല്ലാം എത്തുന്നത് ഈ മനോഹരമായ മരിയൻ ചിത്രത്തിലേക്കാണ്. മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിന് ശേഷം ശിഷ്യർ അമ്മയെ ഓർക്കുവാനായി ചിത്രങ്ങളെ ആശ്രയിച്ചിരുന്നു എന്ന് സഭ പാരമ്പര്യം പഠിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്ക കലാകാരനായിരുന്നുവെന്നും അനേക ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെന്നും ആദ്യകാല സഭാരേഖകളിൽ നിന്നും നാം മനസ്സിലാക്കുന്നു. യേശുവിൻ്റെ മരണശേഷം മറിയം സിയോൻ മലയിൽ താമസിച്ചിരുന്നപ്പോൾ വിശുദ്ധ ലൂക്ക അവിടെ എത്തുകയും അമ്മയെയും പുത്രനെയും ഉൾക്കൊള്ളിച്ച് ധ്യാനാത്മകമായി ഈ ചിത്രം വരച്ചു എന്നും പൗരസ്ത്യ പാരമ്പര്യത്തിൽ കാണുന്നു. ഈ ചിത്രം മറിയം കാണുകയും അത്യധികം സന്തോഷത്താൽ ഈ ചിത്രത്തെ അനുഗ്രഹിക്കുകയും ചെയ്തതായും പൗരസ്ത്യ സഭാമക്കൾ വിശ്വസിക്കുന്നു. ഈ ചിത്രം വണങ്ങുന്ന ഇടത്തെല്ലാം പ്രത്യേക കൃപകൾ സ്വർഗത്തിൽ നിന്നും വാങ്ങി നൽകുമെന്ന് മറിയം പ്രഘോഷിച്ചതായും
ഈ പാരമ്പര്യം കൂട്ടിച്ചേർക്കുന്നു. അനേകം മരിയൻ പ്രത്യക്ഷങ്ങൾക്കും അനേകം ചരിത്ര സംഭവങ്ങൾക്കും ശേഷം ഈ ചിത്രം 1499 റോമിലെ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ ദേവാലയത്തിൽ അന്നത്തെ മാർപ്പാപ്പ അലക്സാണ്ടർ ആറാമൻ പ്രതിഷ്ഠിച്ചു. അഗസ്റ്റീനിയൻ സന്യാസികൾ സൂക്ഷിച്ച ഈ ചിത്രം പിന്നീട് നിത്യസഹായ മാതാവിൻ്റെ ഭക്തിപ്രചാരകരായ ദിവ്യരക്ഷക സഭയ്ക്ക് കൈമാറ്റപ്പെട്ടു. ഇന്ന് ഈ അദ്ഭുത ചിത്രം റോമിലെ വിശുദ്ധ അൽഫോൻസായുടെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി പിന്നീട് ഇത് മാറ്റപ്പെട്ടു. ലോകത്തിൻ്റെ നാനാഭാഗത്തായി ഈ നിത്യസഹായനാഥയോടുള്ള ഭക്തി വളർന്നു വന്നു. അങ്ങനെ ഭാരതത്തിലെത്തിയ പ്രേഷിത പ്രവർത്തകർ വഴിയും ദിവ്യരക്ഷക സഭയിലെ മരിയ ഭക്തരായ വൈദികരാലും കേരളത്തിലും ഈ മാതൃഭക്തി വളരെ വേഗം പ്രചരിച്ചു. നിത്യനവനാൾ പ്രാർത്ഥനയും ഈ ചിത്രത്തിൻ്റെ പതിപ്പുകളും വിശ്വാസികൾ ഹൃദയത്തിലേറ്റെടുത്തു. അനേകം സ്വർഗീയ രഹസ്യങ്ങളുടെ കലവറയാണ് നിത്യസഹായ മാതാവിൻ്റെ ഐക്കണിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ബൈസൈൻ്റെൻ കലയിൽ വരയ്ക്കപ്പെട്ട ഒരു ഐക്കണാണിത്. ദൈവിക ദർശനങ്ങളോടെ വിവിധ പൊരുളുകൾ ഉൾച്ചേർത്ത് ധ്യാനാത്മകമായി ഒരു കലാകാരനിലൂടെ രൂപപ്പെടുന്ന ചിത്രങ്ങളാണ് ഐക്കണുകൾ. ഈ പ്രത്യേകതകൾ ഉള്ളതിനാലാണ് ഇവ മറ്റുള്ളവയിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത്. ബൈസൈൻ്റെൻ കലയെ ഒരു വാതിലിനോടാണ് ഉപമിക്കുന്നത്. വാതിലിൻ്റെ ലക്ഷ്യം അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക എന്നതാണല്ലോ. സ്വർണ്ണ പശ്ചാത്തലത്തിൽ വരയ്ക്കപ്പെട്ട ഈ ഐക്കൺ സ്വർഗത്തിൻ്റെ കവാടമാണ് ഉപമിക്കുന്നത്. അതായത് മറിയം സ്വർഗത്തിൻ്റെ വാതിലാകുന്നു എന്ന സ്വർഗീയ രഹസ്യമാണ് ഇതിൽ വെളിവാക്കപ്പെടുന്നത്. മറിയത്തിലൂടെ യാചിക്കുന്ന ഏത് വിശ്വാസിയും സ്വർഗത്തിൻ്റെ വാതിലായ അമ്മ വഴി രക്ഷിക്കപ്പെടുന്നു എന്നും അവരെ സ്വർഗത്തിലെത്തിക്കുക എന്നത് മറിയത്തിൻ്റെ ദൗത്യവുമാണെന്ന് ഈ അടയാളത്തിലൂടെ ഈ ഐക്കൺ ഓർമ്മപ്പെടുത്തുന്നു. ഈ ചിത്രത്തെ വളരെ ആഴത്തിൽ പഠിച്ച സഭാപണ്ഡിതർ കണ്ടെത്തിയ വിവിധ മാനങ്ങൾ നാം ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെയും പുത്രൻ്റെയും ഇരുവശങ്ങളിലായി 2 മാലാഖമാരുടെ സാന്നിധ്യമുണ്ട്. ചിത്രത്തിൻ്റെ ഇടതുവശത്ത് മുഖ്യദൂതനായ മിഖായേൽ നിലകൊള്ളുന്നു. കുരിശിൽ കിടന്ന യേശുവിൻ്റെ പാർശ്വം പിളർന്ന കുന്തവും ദാഹിച്ചപ്പോൾ യേശുവിന് നൽകപ്പെട്ട വിനാഗിരി മുക്കിയ പഞ്ഞിയും മിഖായേൽ കയ്യിലേന്തിയിരിക്കുന്നു. വലതുവശത്തെ മാലാഖ വിശുദ്ധ ഗബ്രിയേൽ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് കുരിശ് കയ്യിലേന്തിയിരിക്കുന്നു. 4 ഇരുമ്പാണികളും മാലാഖയുടെ കയ്യിലുണ്ട്. ഗബ്രിയേൽ മാലാഖ പൂർണ്ണമായും ചുമന്ന കഞ്ചുകം ധരിച്ചിരിക്കുന്നു. കുരിശും
ആണികളും പീഡാനുഭവത്തിൻ്റെ മുഖ്യ ഉപകരണങ്ങളായതിനാൽ ഇവ ഈ ചിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു. മുകളിലായുള്ള അക്ഷരങ്ങൾ OARG എന്ന 4 ഗ്രീക്ക് ലിപികൾ ഗബ്രിയേലിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്നു. ഇടതുവശത്തെ മിഖായേൽ മാലാഖയുടെ പേരിൻ്റെ ചുരുക്കെഴുത്താണ് മാലാഖയുടെ മുകളിലായി ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. OARM എന്നത് മുഖ്യദൂതനായ മിഖായേൽ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ചുരുക്കെഴുത്താണ്. ഏറ്റവും മുകളിലായ MR എന്ന ഗ്രീക്ക് ലിപികൾ അമ്മ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ്. അതുപോലെ വലതുഭാഗത്തെ 2 അക്ഷരങ്ങൾ THY എന്ന ഗ്രീക്ക് അക്ഷരങ്ങളാണ്. ദൈവത്തിൻ്റെ എന്ന ചുരുക്കെഴുത്താണിത്. ഇവ രണ്ടും ചേർത്ത് വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അമ്മ എന്ന വലിയ സ്വർഗീയ പൊരുളിലേക്കാണ് എത്തിച്ചേരുന്നത്. മറിയം ദൈവമാതാവാകുന്നു എന്ന സ്വർഗീയ രഹസ്യമാണ് ഈ ഐക്കണിലൂടെ സ്വർഗം നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നത്. ചിത്രത്തിലെ മുഖ്യരൂപം നമ്മുടെ നാഥയുടേതാണ്. എന്നാൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന രംഗങ്ങൾ ഉണ്ണിയേശുവിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ഇനി മറിയത്തിൻ്റെ കണ്ണുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. അവ രണ്ടും നമ്മൾ ഓരോരുത്തരെയുമാണ് നോക്കുന്നത്. ആ ദൃഷ്ടി മുഴുവനായും മനുഷ്യകുലത്തിന് നേരെയാവുന്നു എന്ന വലിയ രഹസ്യം ഇതിലൂടെ ദൈവശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നു. ചിത്രത്തിൻ്റെ മധ്യഭാഗത്തായി മാതാവിൻ്റെ വലത് കരത്തിൽ ഉണ്ണീശോയുടെ കരങ്ങൾ വളരെ സുരക്ഷിതമായിരിക്കുന്നു. ലോകത്തിൻ്റെ രക്ഷ മാതാവിൻ്റെ കരങ്ങളിൽ വളരെ സുരക്ഷിതമായിരിക്കുന്നു എന്നതാണ്. ഇന്നും ഈ കലുഷിത കാലത്തും പുത്രൻ്റെ രക്ഷ അമ്മയുടെ കരങ്ങളിൽ സുരക്ഷിതമായി നിലകൊള്ളുന്നു. മറിയത്തിൻ്റെ കരം പിടിക്കേണ്ട വിശ്വാസികളുടെ ആശ്രയബോധത്തെയാണ് ഇതിലൂടെ ദൈവശാസ്ത്ര പണ്ഡിതർ വിവക്ഷിക്കുന്നത്. മറിയത്തിൻ്റെ കരങ്ങളിൽ പുത്രനും പുത്രൻ്റെ തിരുസഭയും സുരക്ഷിതത്വം തേടുന്നു. പൂർണ്ണമായും ചിത്രത്തിന് ഒരു ദുഃഖഭാവമാണ് ഉള്ളത്. വരാൻ പോകുന്ന ഭീതിതമായ ദർശനത്തിൽ ഉണ്ണിയേശു പീഡാനുഭവത്തിൻ്റെ ഉപകരണങ്ങൾ കാണുന്നു. ഭയാശങ്കയാൽ സഹായത്തിനും സുരക്ഷയ്ക്കുമായി തൻ്റെ അമ്മയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു. മാതാവാകട്ടെ ഏതൊരമ്മയെയും പോലെ ശോകാകുലതയിലും പരിഭ്രാന്തിയിലും ഏറെ ദുഃഖാർത്തയാകുന്നു. അമ്മയുടെ കണ്ണുകളിലും മുഖഭാവത്തിലും ഇത് വ്യക്തമാകുന്നു. തൻ്റെ പുത്രൻ ഏറ്റെടുക്കുന്ന ദൗത്യം എത്രയോ പീഡകൾ നിറഞ്ഞതാണെന്ന് അമ്മ മനസ്സിലാക്കുന്നു എന്നതാണ് അമ്മയുടെ കണ്ണുകളിൽ നിന്നും നാം കണ്ടെത്തുന്നത്. പാപപങ്കിലമായ ഈ ലോകത്തെ നോക്കി ഇന്നും അമ്മ ഇത്തരത്തിൽ വേദനിക്കുന്നു എന്നത് ലോകമെങ്ങുമുള്ള അമ്മയുടെ പ്രത്യക്ഷ സന്ദേശങ്ങളിൽ നിഴലിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. മാതാവിൻ്റെ ഇടതുകരത്തിൽ യേശു സുരക്ഷിതമായി ഇരിക്കുന്നതായി നാം ചിത്രത്തിൽ ദർശിക്കുന്നു. മാതാവിൻ്റെ ആശ്രയം തേടുന്നവരെയെല്ലാം അമ്മ വളരെ സുരക്ഷിതമായി കരുതുന്നു എന്നതാണ് ഇവിടെ നാം കണ്ടെത്തുന്നത്. അടുത്തതായി ഉണ്ണീശോയുടെ വലതുകാലിലെ ചെരുപ്പ് അഴിഞ്ഞു വീഴുന്നതായി നാം ചിത്രത്തിൽ കണ്ടെത്തുന്നു. ഇത് ഉണ്ണീശോ കാണാനിടയായ പീഡാനുഭവങ്ങളുടെ ആഴത്തെയും അത് ഉണ്ണിയിലുണ്ടാക്കിയ ഭയത്തെയും സൂചിപ്പിക്കുന്നു എന്ന് ഈ ചിത്രത്തെക്കുറിച്ച് പഠിച്ച പണ്ഡിതർ കണ്ടെത്തിയിരിക്കുന്നു. മാതാവിൻ്റെ ശിരസിൽ കാണുന്ന നക്ഷത്രം അന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് യഥാർത്ഥ പ്രകാശമായ യേശുവിനെ നൽകിയ
ദൈവമാതാവിൻ്റെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നു. രക്ഷകന്റെ അമ്മയായ മറിയം സഹരക്ഷകയായതിനാൽ പുത്രനിലൂടെ നമ്മെ ഓരോരുത്തരെയും രക്ഷയിലേക്ക് ചേർക്കുകയും സ്വർഗത്തിലെത്തിക്കുകയും ചെയ്യുമെന്ന സ്വർഗീയ രഹസ്യവും ഈ നക്ഷത്രം നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നു. ഉഷകാല താരമായി സഭയിൽ വിളങ്ങുന്ന മറിയം ദിശ തെറ്റി അലയുന്നവരെ പുത്രനായ രക്ഷകനെ കാണിക്കുന്ന പ്രകാശഗോപുരമാകുന്നു. ഇനി നമുക്ക് അമ്മയുടെ അധരങ്ങൾ ശ്രദ്ധിക്കാം. വളരെ ചെറുതും അടഞ്ഞിരിക്കുന്നതുമായ അമ്മയുടെ അധരം അമ്മ ജീവിതത്തിൽ പുലർത്തിയ ധ്യാനാത്മകതയെയും നിശബ്ദമായി എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചതിനെയും സൂചിപ്പിക്കുന്നു. വളരെ സങ്കീർണമായ വേളകളിലും വേദനകളിലും നാം ദൈവസന്നിധിയിൽ പുലർത്തേണ്ട ധ്യാനത്തെയും കാത്തിരിപ്പിനെയുമാണ് അമ്മ ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അമ്മ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ വളരെ തേജസ്സുറ്റതാണ്. കടും നീല നിറമുള്ള മേലങ്കിക്കുള്ളിൽ ധരിച്ചിരിക്കുന്ന ഈ ചുവപ്പ് വസ്ത്രം യേശുവിൻ്റെ കാലഘട്ടത്തിൽ കന്യകമാർ ധരിച്ചിരുന്ന പ്രത്യേക വസ്ത്രമായിരുന്നു. മറിയം നിത്യകന്യകയായിരുന്നു എന്ന് സ്വർഗം വെളിപ്പെടുത്തിയ വലിയ ഒരു ഇടപെടലായിരുന്നു ഈ ഐക്കണിലൂടെ നൽകുന്നത്. ദൈവപുത്രൻ കന്യകയിൽ നിന്നും പിറക്കുമെന്ന സ്വർഗീയ പ്രവചനങ്ങൾ മറിയത്തിലൂടെ പൂർത്തിയാകുന്നു. മറിയം ജീവിതകാലം അത്രയും കന്യകയായി തുടർന്നു എന്നതും മറിയം കന്യകമാരുടെ രാജ്ഞി എന്നതും തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. ഇത് സ്വർഗീയമായ വലിയ രഹസ്യവും പദ്ധതിയുമാകുന്നു. അമ്മയുടെ കടും നീല മേലങ്കി പാലസ്തീനായിൽ അമ്മമാർ ധരിക്കുന്ന പ്രത്യേകതരം വസ്ത്രമാകുന്നു. മറിയം കന്യകയായി ജീവിച്ചതുപോലെ തന്നെ സ്വർഗീയ ഇടപെടലാൽ ദൈവപുത്രന്റെ അമ്മയാകുന്നു എന്ന വലിയ വിശ്വാസ സത്യത്തിലേക്കാണ് ഈ ചിത്രത്തിലൂടെ നാം എത്തിച്ചേരുന്നത്. കന്യകാ മാതാവ് എന്ന വിശേഷണത്തിൻ്റെ ആകത്തുകയാണ് മറിയത്തിൻ്റെ ഈ വസ്ത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം കണ്ടെത്തുന്നത്. മറിയം നിത്യകന്യകയാകുന്നു, മറിയം ദൈവമാതാവാകുന്നു എന്നീ രണ്ട് സഭാപ്രബോധനങ്ങൾ സ്വർഗം എത്ര ഭംഗിയായാണ് ഈ ചിത്രത്തിൽ ലയിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഇതുതന്നെയാണ് സാധാരണ ചിത്രങ്ങളിൽ നിന്നും ഐക്കണുകളെ വ്യത്യസ്തമാക്കുന്നത്. തൻ്റെ പുത്രനെ ലോകത്തിൽ അവതരിപ്പിച്ച ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ഈ അത്ഭുത ചിത്രത്തിലൂടെ വെളിപ്പെടുന്നത്. പുൽക്കൂട്ടിലെത്തിയ ഇടയന്മാർ മറിയത്തോടൊപ്പം യേശുവിനെ ദർശിച്ചു എന്നാണ് സുവിശേഷത്തിൽ വിശുദ്ധ ലൂക്ക 2:16 കാണുന്നത്. ക്രിസ്തുവിനെ ദർശിക്കുന്ന ഏവരും മറിയത്തെയും ദർശിക്കണമെന്ന് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. കാരണം മറിയം രക്ഷയുടെ വാതിലും സഹരക്ഷകയുമാകുന്നു. ഹവ്വയിലൂടെ വന്ന പാപം മറിയത്തിലൂടെ ഇതാ നീങ്ങുന്നു. ഒരു സ്ത്രീക്ക് പറ്റിയ തെറ്റിന് ദൈവം വേറൊരു സ്ത്രീ വഴി കൃപ നൽകി ഈ ലോകത്തെ അനുഗ്രഹിക്കുന്നു. തിന്മയിൽ നിബദിച്ച മനുഷ്യകുലത്തിന് രക്ഷകനായി ദൈവം തന്നെ ഭൂമിയിൽ മനുഷ്യനായി പിറക്കുന്നു, അതും ഒരു കന്യകയിലൂടെ. വിശുദ്ധ അഗസ്റ്റിൻ ഇപ്രകാരം പറയുന്നു: മറിയം പൂർണ്ണമായും ദൈവമക്കളുടെ അമ്മയാകുന്നു. കാരണം സഭയുടെ ശിരസ്സായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ വിശ്വാസികൾ സഭയിൽ ജനിക്കുന്നതിനായി അമ്മ ത്യാഗത്തോടെ സ്വർഗത്തോട് സഹകരിച്ചു. നമ്മുടെ ശിരസ്സായ ക്രിസ്തു ഒരു കന്യകയിൽ നിന്നും പിറന്നതുകൊണ്ട് നാം എല്ലാം ആ കന്യകയുടെ വിശുദ്ധിയിൽ പങ്കുചേരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ക്രിസ്തുവിൽ നാം ഏക ശരീരമാകുന്നു എന്നതിനാൽ തന്നെ. പുത്രനെ കയ്യിലേന്തിയ മറിയത്തിൻ്റെ മുഖം
ഇന്നും ലോകത്തോട് അനേകം കാര്യങ്ങൾ സംസാരിക്കുന്നു. ലോകരക്ഷകനായി മനുഷ്യനായി അവതരിച്ച ദൈവപുത്രൻ ഇന്നും ജീവിക്കുന്നു. യേശു ഏകരക്ഷകനാണെന്നും തൻ്റെ പുത്രനായ യേശുവല്ലാതെ ഈ ലോകത്തിലെ രക്ഷയ്ക്കായി വേറൊന്നും നൽകപ്പെടുന്നില്ലെന്നും ഈ അത്ഭുത ചിത്രം വെളിപ്പെടുത്തുന്നു. രക്ഷാകര സംഭവങ്ങളും ജപമാല രഹസ്യങ്ങളും പുത്രന്റെ മഹത്വവുമെല്ലാം ഈ ചിത്രത്തിലൂടെ അമ്മ വെളിപ്പെടുത്തുന്നു. മനുഷ്യകുലത്തിന് പരിശുദ്ധ കന്യകയുടെ സഹായം ഇന്നത്തെ പോലെ മുമ്പൊരിക്കലും ഇത്രത്തോളം ആവശ്യമായി വന്നിട്ടില്ല. നിത്യസഹായകയായ മറിയം മനുഷ്യകുലത്തിനു മുഴുവൻ മാതാവാകുന്നു. പുത്രനെ കാണിച്ചു നൽകുന്ന പ്രകാശഗോപുരമായി അമ്മ ലോകത്തിൽ വിളങ്ങുന്നു. സക്രാരികളിലേക്ക് ആത്മാക്കളെ വലിച്ചടുപ്പിക്കുന്ന കാന്തിക വലയമായി അമ്മയുടെ ഇടപെടലുകൾ ദൃശ്യമാകുന്നു. തിന്മ പെരുകുന്ന ഈ യുഗാന്ത്യകാലത്ത് മറിയമിത നിത്യം സഹായകയായി സ്വർഗത്തിൻ്റെ തൈലവുമായി മാനസാന്തരത്തിൻ്റെ സുവിശേഷവുമായി ലോകത്തിൽ ഇടപെടുന്നു. നിത്യസഹായകയായ സ്വർഗീയ കന്യകയെ നമുക്ക് വാഴ്ത്താം. അവളിൽ നിന്നും പിറന്ന ലോകരക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാം. അങ്ങനെ ആദ്യത്തെ സക്രാരിയായ മറിയം വഴി വിശുദ്ധിയുടെ താഴ്വരയിലേക്ക് നമുക്ക് നടന്നെടുക്കാം. നിത്യസഹായമാതാവേ, ആശ്രിതർക്കാശ്വാസമേ ഗണമേ, ജീവിതവീഥിയിൽ അന്തരാം ഞങ്ങൾക്ക് കരുണ തൻ പൊൻകതിർ ചൊരിയേണമേ.